എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾക്ക് ഹോം മെയ്ഡ് പിസ്സ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തന്നായിരുന്നു. കുറച്ച് ലെങ്തി വീഡിയോ ആയിരുന്നു, പക്ഷെ അത് വളരെ നല്ല വീഡിയോ ആയിരുന്നു എന്ന് പല ആൾക്കാരും എന്നെ അറിയിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഏതായാലും ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത്. അതായത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ബ്രഞ്ച് ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്ക് ആയിട്ടോ വേണമെങ്കിൽ അതൊരു മെയിൻ ഡിഷായിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ഐറ്റം ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഐറ്റമാണ് സ്റ്റഫ്ഡ് ബൺ. ചിക്കൻ വെച്ചിട്ട് ഒരു ബൺ സ്റ്റഫ് ചെയ്യുകയാണ്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഐറ്റംസ് ജസ്റ്റ് ഒന്ന് നോക്കാം. സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 ബണ്ണാണ് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചിക്കൻ. ഇവിടെ ഇപ്പോൾ ഒരു 150 ഗ്രാം ചിക്കൻ ഉണ്ട്. ഒരു വലിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളി, ഒരു മീഡിയം സൈസിലെ തക്കാളി ചോപ്ഡ്. പിന്നെ അതുപോലെ മല്ലിയില, അതും കൊത്തിയരിഞ്ഞത്. ഒരു കോഴിമുട്ട, അതിന്റെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ പച്ചമുളക്, 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. പിന്നെ കുരുമുളക് 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ബട്ടർ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ബൺ സ്റ്റഫ് ചെയ്യാൻ പോകുന്നത്. സ്റ്റഫിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ബട്ടർ ആഡ് ചെയ്യുകയാണ്. നമ്മളിത് ബട്ടറിലാണ് ചെയ്യുന്നത്. എന്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ബട്ടർ അല്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ ഇനി എണ്ണ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ എണ്ണയിൽ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ബട്ടർ ഇട്ട് വേറൊന്നും കൊണ്ടല്ല, ഒരു നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുന്നു. അത് കൂടാതെ പച്ചമുളക്, സവാള, ഇതിനെ ഇനി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്കിനി തക്കാളി ഇടാം. ഒരു മീഡിയം സൈസ് തക്കാളി ആയിരുന്നു എടുത്തു വെച്ചിരുന്നത്, ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന തക്കാളി. അപ്പം തക്കാളി ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ട്, ചിക്കൻ ഇടാം. ചിക്കൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ തൽക്കാലം ഇടുകയാണ്. ഉപ്പ് നമുക്ക് നോക്കിയിട്ട് പിന്നീട് വീണ്ടും വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പൊ ഇതിങ്ങനെ മിക്സായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ കുറച്ച് മഞ്ഞ, ഈ മുട്ടയുടെ മഞ്ഞ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ഇവിടെ ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇത് ഇട്ടേക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എടുത്തു വെച്ചേക്കുന്ന മല്ലി ഇലയും കൂടെ ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഈ എടുത്തേക്കുന്ന ഈ സ്റ്റഫിങ്ങിനുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള സംഗതി വെച്ച് നമുക്ക് സ്റ്റഫിങ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ചിക്കൻ, ഇപ്പോൾ വെജിറ്റേറിയൻ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചിക്കന് പകരം വേണമെങ്കിൽ പനീർ അല്ലെങ്കിൽ മറ്റേ സോയ ചങ്ക്സ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ക്യാപ്സിക്കം, സെലറി, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് സോസ് ഒഴിക്കാം. ഞാനിപ്പോൾ സോസ് ഒന്നും ഒഴിക്കുന്നില്ല, ഇതിനകത്ത് വേറെ ഒന്നും ഞാനിപ്പോൾ ചേർക്കുന്നില്ല.
അപ്പൊ നമ്മുടെ 4 ബണ്ണും സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ഒരു നോൺ സ്റ്റിക് പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ബട്ടർ, ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് അത് നന്നായിട്ട് ഇപ്പൊ ഉരുകി നിൽപ്പുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഈ ബൺ ഇതെടുത്ത് നമുക്ക് വെക്കാം.